കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം പിന്നെയും ഓർപ്പിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പൗലോസിനെ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്ന സമയത്ത് അവരോട് പറഞ്ഞ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിന് ശരണപ്പെടുന്നത്. ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ആത്മീക മേഖലകൾക്കകത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു മൂല്യച്യുതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ കുറിച്ചുള്ള ദൈവസന്നിധിയിലുള്ള കൺഫർമേഷൻ. പലപ്പോഴും നമ്മൾ സഭയിൽ ശുശ്രൂഷിക്കുന്നവരോട്, ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നേതൃത്വ മേഖലകൾക്കകത്തായിരിക്കുന്നവർ ഒരു പക്ഷേ ഈ സന്ദേശം നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയാം, ആരോടുമുള്ള കൽപ്പനയല്ല, പകരം ഒരു ചിന്ത. നമ്മൾ പലരെയും ഉപദേശിക്കാറില്ലേ, പലരോടും നമ്മൾ ആലോചന പറയാറില്ലേ, പലരെയും നമ്മൾ ബുദ്ധി ഉപദേശിക്കാറില്ലേ, നിങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെ നടക്കണം, നിങ്ങൾ ഈ പോകുന്ന വഴി തെറ്റാണ് എന്ന് നിങ്ങൾ നമ്മളിൽ പലരെയും എന്ത് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളത് ചിന്തിച്ചേ, നമ്മളെ ശ്രദ്ധിക്കാറുണ്ടോ, നമ്മളെ നോക്കാറുണ്ടോ? ഒന്നുകൂടെ ഞാൻ ആഴത്തിൽ പറഞ്ഞാൽ, നമ്മളെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? ഇതാണ് ഇന്ന് ആത്മീക ജീവിതത്തിൽ സ്തോത്രം കാണാൻ കഴിയാത്തൊരു പ്രവണതയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ ഒരുപക്ഷെ പാസ്റ്ററായിരിക്കാം, വിശ്വാസിയായിരിക്കാം, പ്രവാചകനായിരിക്കാം, അപ്പോസ്തലനായിരിക്കാം, ലീഡർഷിപ്പ് നിൽക്കുന്നയാളായിരിക്കാം. പക്ഷെ നമ്മളെക്കുറിച്ച് നമ്മൾ പ്രാപിക്കേണ്ട ഒരു കൺഫർമേഷൻ ഉണ്ട്. സ്തോത്രം. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യെശയ്യാ എന്ന പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ട്, അല്ലേ? ആ വെളിപ്പാട് ദൈവം ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗത്ത് സ്തോത്രം യെശയ്യാ എന്ന പ്രവാചകൻ പറയുന്ന ഒരു വാചകമുണ്ട്. എന്തുവാ അത്? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു എന്ന് പറഞ്ഞ് അത് സ്വന്തം കുറ്റത്തെ ഏറ്റെടുക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അത് തന്നെയാണ് അവന്റെ ജീവിതത്തിൽ ആ സമയത്ത് വെളിപ്പെട്ട ടേണിംഗ് പോയിന്റിന് കാരണമായത്. എന്നെക്കുറിച്ചുള്ള നമ്മെക്കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ പ്രാപിച്ചാൽ അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടുക. ഹിസ്കിയാവിന്റെ ജീവിതത്തിനകത്തൊരു വലിയ ശോധന കടന്നു വരുമ്പോൾ യെശയ്യാവെന്ന പ്രവാചകൻ അവന് നോക്കി പറഞ്ഞൊരു വാചകമുണ്ട്, നിന്റെ ഗ്രഹകാര്യക്രമത്തിലാക്കുന്ന ക്ഷണത്തിൽ എന്ത് ചെയ്യും, മരിച്ചു പോകുമെന്ന് പറഞ്ഞ ദൂത് കേട്ട സ്തോത്രം, ഹല്ലേലൂയ, ഹിസ്കിയാവ് ചുവരിന് നേരെ മുഖം തിരിച്ച് ദൈവത്തോട് പറഞ്ഞൊരു പ്രാർത്ഥനാ വാചകമുണ്ട്. കർത്താവേ, നിന്റെ മുമ്പിൽ ഞാൻ ഇന്നയോളം നിഷ്കളങ്കനായി നടന്നിരിക്കുന്നു, നേരുള്ളത് ഞാൻ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഈ ദോഷം എനിക്ക് ഭവിക്കരുതേ, സ്തോത്രം, വേണ്ടി ആയുസ്സിനെ അവിടുന്ന് നീട്ടിത്തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് നോ പറയാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. കാരണം കൃത്യമായ ദൈവകൃപയിലും നിഷ്കളങ്കതയോടും നേരോടെയും നടന്നൊരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് നോ പറയാൻ ആർക്ക് കഴിഞ്ഞില്ല? ദൈവത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ഹിസ്കിയാവിനെ കുറിച്ചുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ അവനുള്ളൊരു ഉറപ്പായിരുന്നു. സ്തോത്രം. ഇതിനെയാണ് പൗലോസ് ന്യായാധിപ സംഘത്തെ നോക്കി പറയുന്നത്, നിങ്ങൾ എനിക്കെതിരെ ചൂണ്ടുന്ന തെറ്റുകൾ അനവധിയായിരിക്കാം, പക്ഷെ എനിക്കറിയാം ഞാൻ കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുകയാണ്. ഈ ഒരു വെളിപ്പാട് നമ്മൾ പ്രാപിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായിരിക്കും. ആ കൺഫർമേഷനോടുകൂടെ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറച്ചാട്ട് മഹത്വം അങ്ങേക്ക്, പുകഴ്ച അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.